ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്താൽ വിളിക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും സമയങ്ങളിൽ കൂട്ടാൻ ആചരിക്കുവാനും തിരുവചനങ്ങളെ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും തമ്മിൽ പ്രബോധിപ്പിക്കുവാനും ഒക്കെ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ഒരുക്കപ്പെട്ട സമയത്തില് ഒരുക്കപ്പെട്ട സ്ഥലത്തില് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിത്യം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ അവർ ദൈവത്തെ നിത്യം സ്തുതിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ല. ഒരു വചനം വായിക്കും, വായിച്ചു കേട്ട വചനം വിശ്വസിക്കും, വിശ്വസിക്കുന്നതിന്റെ കാരണത്താൽ സ്തുതിപ്പാണ്. ഹല്ലേലൂയ. വായിക്കും, വിശ്വസിക്കുന്നുമല്ല, വായിക്കും, മനോബോധം ഉണ്ടാകും, മാനസാന്തരം ഉണ്ടാകും, വിശ്വസിക്കും. മാനസാന്തരമില്ലാത്ത വിശ്വാസം ജീവനില്ലാത്ത വിശ്വാസം. മാനസാന്തരമുള്ള വിശ്വാസം ജീവനുള്ള വിശ്വാസമാണ്. ഏത് ജീവൻ? നിത്യജീവനുള്ള വിശ്വാസം. ഹല്ലേലൂയ. അപ്പോൾ അവർ വചനം വായിച്ചു, വചനം കേട്ടു, മനം തിരിഞ്ഞു, വിശ്വസിച്ചു, സ്തുതി പാടി. അപ്പോൾ ആലയത്തിൽ വസിക്കുന്നവരാരായിരിക്കണം? വചനം വായിക്കുന്നവരായിരിക്കണം, വചനം കേൾക്കുന്നവരായിരിക്കണം, ആ വചനം ഓർത്ത് അനുഭവിച്ച് ജീവിതത്തിലെ കുറവുകൾ കുറ്റങ്ങൾ ഗ്രഹിക്കുന്നവരായിരിക്കണം, അത് തന്നെ തെറ്റുകളെ ഗ്രഹിക്കുന്നവരായിരിക്കണം, സ്വന്തങ്ങളിലെ കോൽ ഓർക്കുന്നവരായിരിക്കണം, തന്നെത്താൻ ശോധന ചെയ്യുന്നവരായിരിക്കണം, തന്നെത്താൻ താഴ്ത്തുന്നവരായിരിക്കും. ഇതൊക്കെ ഉണ്ടെങ്കിലേ മാനസാന്തരാവുള്ളൂ. ഇത് ഒരിക്കലും കൊണ്ട് തീരുന്നില്ല, മനുഷ്യ ആയുസ് കൊണ്ട് മാത്രമേ അവസാനിക്കുള്ളൂ. ഹല്ലേലൂയ. ഇപ്പോൾ അങ്ങനെ മാനസാന്തരം വന്നാൽ വിശ്വാസം വരും. വിശ്വാസമുള്ളവരെന്തെയും ദൈവത്തിന് സ്തുതി പാടും, നിത്യം ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. 74-ാം സങ്കീർത്തനം 4-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ ഒരു വാക്ക് വെച്ചോ നമ്മളിങ്ങനെ ഹല്ലേലൂയ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ആ ഹല്ലേലൂയ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നമ്മൾ യോഗ്യരായി മാറും. അയോഗ്യതയെ മനസ്സിലാക്കി യോഗ്യരായി മാറും. സ്തോത്രം. അങ്ങനെയുള്ളവർക്കാണ് നിത്യം ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുന്നത്. നിത്യം ദൈവത്തെ സ്തുതിക്കുന്നവരാണ് നിത്യജീവന് വേണ്ടി വിളിക്കപ്പെടുന്നത്. നിത്യം ദൈവത്തെ സ്തുതിക്കുവാൻ ജാഗ്രത കാണിക്കുന്നവരെയാണ് നിത്യജീവന് വേണ്ടി വിളിക്കപ്പെടുന്നത്. അതാണ് അപ്പോസ്തലപ്രവൃത്തിയിൽ പറയുന്നത്, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ വചനം കേട്ട് വിശ്വസിക്കുന്നു. നിത്യജീവന് വേണ്ടി നിയമിക്കപ്പെട്ടവർ ആരാണ് നിയമിക്കപ്പെടുന്നത്? സ്വന്തം കുറെ പേരെ ഇങ്ങനെ നിയമിക്കുന്നു, ബാക്കിയുള്ളവരെ നിയമിക്കുന്നില്ല. അങ്ങനെയല്ല. നിത്യജീവനായി നിയമിക്കപ്പെടുവാൻ തക്കവണ്ണം ചില പ്രത്യേകതകൾ മനുഷ്യനുണ്ടാകണം. മാനസാന്തരത്തിലൂടെ പ്രത്യേകതകൾ ഉണ്ടാകണം. സ്വന്തം നിത്യ ദൈവത്തെ സ്തുതിക്കുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. അവർക്ക് മാത്രമേ നിത്യജീവനായുള്ള നിയമം വരുള്ളൂ, നിത്യജീവനായി നിയമിക്കപ്പെടുകയുള്ളൂ. ഒന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു, ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. ഹല്ലേലൂയ. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ വിശ്വസിച്ചു. ഹല്ലേലൂയ. അവൾ മാനസാന്തരത്തിനായുള്ള പാപമോചനത്തിനായുള്ള രക്ഷാപരിജ്ഞാനത്തിന്റെ വചനങ്ങൾ ആര് വിശ്വസിക്കും? ആർക്ക് വിശ്വസിക്കാൻ കഴിയും? നിത്യജീവനായി നിയമിക്കപ്പെടുന്നവർക്ക് വിശ്വസിക്കാൻ കഴിയും. ഇനി നിത്യജീവനായി നിയമിക്കപ്പെടുന്നവർ വിടുന്നത് ആരെയാണ്? ആരെയാണ് നിത്യജീവനായി നിയമിക്കുന്നത്? അതിന് അർഹിക്കപ്പെട്ടവരെയാണ്, എല്ലാവരും അല്ല. മനസ്സത്തിന് യോഗ്യമായ ഫലം കഴിക്കാൻ മനസ്സുള്ളവരെയാണ്. അല്ല, നിത്യജീവനായി നിയമിക്കപ്പെട്ടതിന് ശേഷമല്ല അവർ മനം തിരിയുന്നത്.
സ്തോത്രം. അതായത് വിശ്വസിച്ചതിന് ശേഷമല്ല മനം തിരിയേണ്ട പ്രമാണം ആണോ? വിശ്വസിച്ചതിന് ശേഷമല്ല മനം തിരിയേണ്ട പ്രമാണം. മനം തിരിയുന്നവർക്കാണ് വിശ്വസിക്കേണ്ട പ്രമാണമുണ്ടോ? ഇന്ന് ക്രൈസ്തവ ലോകം നേരെ വിപരീതമായിട്ടാണ് പഠിക്കുന്നത്. ആദ്യം വിശ്വാസം, പിന്നെ മാനസാന്തരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെയല്ല. ഒന്നാമത് മാനസാന്തരം, പിന്നെയാണ് വിശ്വാസം. സ്തോത്രം. ആ മാനസാന്തരത്തിലും വിശ്വാസത്തിലും ജീവിക്കുന്നവരെയാണ് നിത്യജീവനായി നിയമിക്കുന്നത്. സ്തോത്രം. അവർക്കാണ് വീണ്ടും വീണ്ടും നിത്യജീവന്റെ വചനങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. അങ്ങനെ നിത്യജീവന്റെ വചനങ്ങൾ ഉൾക്കൊള്ളുവാൻ തക്കതായ മനോബോധത്തിലേക്ക് നമുക്കൊക്കെ ഒന്ന് കാഴ്ച വയ്ക്കുവാൻ, ഒന്ന് ശ്രദ്ധ ധരിക്കുവാൻ, ഒന്ന് ചിന്തിക്കുവാനൊക്കെ ദൈവം ഒരുക്കുന്ന അവസരം എത്ര വലിയ ഭാഗ്യമെന്ന് ഓർക്കണം. ഹല്ലേലൂയ. അത് നിസ്സാര കാര്യങ്ങളിലൂടെ ശേഷം ലോകത്തിലെ ശേഷം മനുഷ്യരുടെ നിമിത്തം നാം ഇതിനെല്ലാം ദുർവിനിയോഗം ചെയ്തു കഴിഞ്ഞാൽ ഇതിനെല്ലാം കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. കണക്ക് ചോദിക്കാതെ ആരെയും ദൈവം വിടില്ല. കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. കാര്യം തീർക്കുന്ന നാളുണ്ട്. കാര്യം തീർക്കുന്ന നാളിൽ നാം ധൈര്യത്തോടെ നിൽക്കുമോ? നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? അപ്പൊ ഇത് രാത്രി എന്നില്ല, പകലെന്നില്ല, എപ്പോഴും ഇല്ലാതെ വചനങ്ങൾ വായിപ്പാനും കേൾപ്പാനും ചിന്തിപ്പാനും പ്രാർത്ഥിപ്പാനും അവൻ തന്നെ ശോധന ചെയ്യാനും മനം തിരിയുവാനും സ്വന്തങ്ങളുടെ കോലോർക്കുവാനും തമ്മിൽ പ്രബോധിപ്പിക്കുവാനും തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാനും ഒരുവന് വേണ്ടി ഒരു പ്രാർത്ഥിക്കുവാനും ഒക്കെ നമ്മൾ കടമപ്പെട്ടവരാണ്, തയ്യാറാകേണ്ടവരാണ്. ഹല്ലേലൂയ. അതെല്ലാം തമ്മിൽ ചെയ്യണമെന്നാണ്. ആരാണ് ഇതിനിടയിൽ ചെയ്യാതിരിക്കുന്നത്? അവർക്ക് ഇതിനകത്ത് പങ്കില്ലെന്നാണ്. പങ്കാളി ആകണമോ എല്ലാവരും തമ്മിൽ ചെയ്യണമെന്നാണ്. ആർക്ക് ചെയ്യാൻ മനസ്സില്ലയോ അവർക്ക് ഇതിനകത്ത് പങ്കാളിത്തമില്ല. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിനകത്ത് പങ്കാളിത്തമില്ല. അവർ ദൈവരാജ്യത്തിന്റെ പുറത്താണ്. അവർക്ക് ഉപമകളും ഐഹികമായ കാര്യങ്ങളുമാണ്. എന്നാൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കാൻ വരം ലഭിച്ചവർ അവർ ദൈവരാജ്യത്തിന്റെ അകത്തുള്ളവരാണ്. സ്തോത്രം. കരങ്ങളെയൊക്കെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അതിന് പ്രബോധനം തുടങ്ങി അത് 5 മിനിറ്റ് ആയാലും 10 മിനിറ്റ് ആയാലും 15 മിനിറ്റ് ആയാലും 20 മിനിറ്റ് ആയാലും തീരുന്ന സമയം കൊണ്ട് എന്ത് ചെയ്യണം? വെട്ടിയല്ല നിർത്താനുള്ളത്. അത് അതിന്റെ ഇതിൽ കറക്റ്റ് ചെയ്തുകൊണ്ട് നിർത്തണം. കേൾപ്പിക്കപ്പെട്ട വചനങ്ങളെ ഓർത്ത് മനസ്സ് പുതുക്കുവാൻ തക്കവണ്ണമുള്ള ദൈവകൃപയ്ക്കായി നമുക്ക് എല്ലാവർക്കും നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു. അവരെ എന്താ പറയാ, ഒരു നിയോഗ പ്രകാരം കൊണ്ട് നിർത്തണം. അത് പ്രാർത്ഥിക്കുമ്പോൾ ഈ രാത്രികാലം വരെ പ്രാർത്ഥിക്കുന്നു. പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ രാത്രികാലം എന്ന് പറയണ്ട, പകൽക്കാലം എന്ന് പറയണ്ട. ഈ സമയം പ്രബോധിപ്പിക്കുമ്പോൾ തന്നെ ഈ സമയം അത് ദൈവവചനത്തെ ഏറ്റുപറയുന്ന, പ്രബോധിപ്പിക്കുന്ന, പ്രസംഗിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. രാത്രി എന്നും പറയണ്ട, പകലെന്നും പറയണ്ട. കാരണം ഈ പ്രബോധനങ്ങൾ കേൾക്കുന്ന ചിലപ്പോൾ രാത്രിയിൽ കേൾക്കുന്നവർ കാണും, പകലിൽ കേൾക്കുന്നവർ കാണും. ചില ശുശ്രൂഷകര് പകൽക്കാലമാണ് പ്രസംഗിക്കുന്നെങ്കിൽ രാത്രി എന്ന് വിളിച്ചോന്ന് പറയും. ചിലര് രാത്രിയാണ് പ്രസംഗിക്കുന്നെങ്കിൽ പകലെന്ന് വിളിച്ചു പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വതന്ത്രം. എല്ലാവരും അഭിഷിക്തന്മാരാണ്, പക്ഷെ ബോധമില്ല. രാത്രിയാണോ എന്ന് ബോധമില്ല, പകലാണോ എന്ന് ബോധമില്ല. സ്തോത്രം. ബൈബിൾ രോഗശാന്തി എന്ന് കൊടുത്തിരിക്കുന്നതും ആരോഗ്യം എന്ന് കൊടുത്തിരിക്കുന്നതും അത് ഗൂഢമനുഷ്യനിലാണോ അതോ ഐഹികമായ പുറത്തെ മനുഷ്യനിലാണോ ദൈവം ഉദ്ദേശിക്കുന്നത് എന്ന് ആ ബോധമില്ല. അങ്ങനെ ഒരു വിധത്തിൽ ബോധമില്ലാതെ എന്തൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് മറ്റുള്ളവരെ കേൾപ്പിച്ച് തന്നെത്താൻ ഉയർത്തി തന്റെ തെറ്റുകളെ ഗ്രഹിക്കാതെ തന്നെത്താൻ താഴ്ത്താതെ തന്നെത്താൻ ഉയർത്തി ഇങ്ങനെ നടക്കുക. ഇതെല്ലാം കാര്യം തിരിക്കുന്ന ഒരു ദിവസം വരെ ഓർത്തുകൊണ്ട് നാം തന്നെത്താൻ താഴ്ത്തണം. തന്നെത്താൻ താഴ്ത്തത്തക്കവണ്ണം തിരുവചനങ്ങളെ ഗ്രഹിക്കണം. ആർക്ക് തന്നെത്താൻ താഴ്ത്താൻ പറ്റും? ആർക്ക് തന്നെത്താൻ താഴ്ത്താൻ പറ്റും? ആർക്ക് തന്നെത്താൻ താഴ്ത്താൻ പറ്റും? തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവർക്ക് മാത്രമേ തന്നെത്താൻ താഴ്ത്താൻ പറ്റൂ.
ഇല്ലാത്തവരെ എത്ര താഴ്ത്തുന്നു എന്ന് പറഞ്ഞാലും താഴ്മയില്ല. ശരി, എന്താണ് ശരി? തന്നെത്താൻ താഴ്ത്തുന്നത് ആർക്ക് സാധിക്കും? തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവർക്ക് മാത്രമേ തന്നെ താൻ താഴ്ത്താൻ കഴിയൂ. അവരെയാണ് കർത്താവ് ഉയർത്തുന്നത്, അല്ലാത്തവരെ കർത്താവ് ഉയർത്തില്ല. അത് തന്റെ തെറ്റുകളെ ഗ്രഹിക്കാത്തവരും കർത്താവായിട്ട് ഒരു ബന്ധവുമില്ല. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവർ കൊണ്ട് താഴും. ആ താഴ്മയ്ക്ക് യഹോവ ഭക്തിയുണ്ട്. ആ താഴ്മയ്ക്കും യഹോവ ഭക്തിക്കും പ്രതിഫലം സ്വർഗത്തിലുണ്ട്. നീതി, സമാധാനം, പരിശുദ്ധാത്മ സന്തോഷം സ്വർഗത്തിൽ ലഭിക്കും. പിന്നെ സദൃശവാക്യത്തിൽ ജ്ഞാനോപദേശ പ്രകാരമാണ് നമ്മൾ വായിച്ചാൽ ധനം, മാനം, പുരാണ സമ്പത്ത്, നീതി, ജീവൻ. ഹല്ലേലൂയ. ധനം, മാനം, പുരാണ സമ്പത്ത്, നീതി, ജീവൻ ഇതെല്ലാം സ്വർഗത്തിൽ ലഭിക്കും. ധനവും മാനവും എന്നൊക്കെ പറയുന്നത് ഭൗതിക ധനമല്ല. ആവശ്യത്തിന് ദൈവ വിഷയമായ ധനം. വിശ്വാസത്തിൽ ധനമുള്ളവരായി മാറും. ഹല്ലേലൂയ. വിശ്വാസത്തിൽ സമ്പന്നന്മാരായി മാറും. സ്തോത്രം. അങ്ങനെ സ്വർഗത്തിൽ പ്രതിഫലമുള്ളവരായി മാറും. ആര്? ഭക്തിയുള്ളവർ. വ്യക്തിക്കും താഴ്മയ്ക്കും പ്രതിഫലമുണ്ട് സ്വർഗത്തിൽ. വ്യക്തിക്ക് താഴ്മയ്ക്ക് ഇവിടെ പഴയ ദൃശ്യം കിട്ടുന്നത്, പക്ഷേ സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. അപ്പൊ യഹോഭക്തി ഇല്ലാതെ താഴ്മയില്ലാതെ ജീവിക്കുന്നവർക്ക് പ്രബോധനം കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അവർക്ക് താഴ്മയും യഹോഭക്തി വരാൻ വേണ്ടിയാണ്. അത് വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും? സ്വർഗത്തിൽ പ്രതിഫലം കിട്ടും. ഹല്ലേലൂയ. ആ പ്രബോധനം ഉൾക്കൊണ്ടില്ലെങ്കിൽ ശാസനം കൊടുക്കുന്നു. എന്തിനാ? സ്വർഗത്തിൽ പ്രതിഫലം പ്രാപിക്കാൻ വേണ്ടിയാ. ആ ശാസ്ത്രയ്ക്ക് കീഴടങ്ങിയില്ലെങ്കിൽ വീണ്ടും പ്രബോധനത്തിന് കീഴടങ്ങി, ശാസ്ത്രയ്ക്ക് കീഴടങ്ങി പ്രബോധനം കേട്ടില്ലെങ്കിൽ ശിക്ഷയുണ്ട്. ശിക്ഷ എന്തിനാ ശിക്ഷിക്കുന്നത്? സ്വർഗത്തിൽ പ്രതിഫലം പ്രാപിക്കാനാണ്. അധ്യാപകന് സ്കൂളിൽ എന്തിനാ ശിക്ഷിക്കുന്നത്? പഠിച്ചു മാർക്ക് വാങ്ങാൻ വേണ്ടിയാ. ഹല്ലേലൂയ. അപ്പൊ ശുശ്രൂഷകളിൽ കൂടി ദൈവിക ശിക്ഷ വരുന്നത്, ശാസ്ത്രം വരുന്നത്, പ്രബോധനം വരുന്നത്, ഉപദേശം വരുന്നത് എന്തിനു വേണ്ടിയാ? ശേഷിക്കുന്നവര് സ്വർഗത്തിൽ പ്രതിഫലം പ്രാപിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. അത് ആരും പരാതിയാക്കാനല്ല. പരാതിയാക്കിയാൽ അവരോട് ദൈവം കണക്ക് ചോദിക്കും. ഹല്ലേലൂയ. ദൈവം സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നു, ദൈവം സ്നേഹിക്കുന്നവരെ പ്രബോധിപ്പിക്കുന്നു. കേട്ടനുസരിച്ചില്ലെങ്കിൽ ശാസിക്കുന്നു, അതും കേട്ടനുസരിച്ചില്ലെങ്കിൽ ശിക്ഷിക്കുന്നു. ചൊല്ലിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കള എന്നുള്ള പഴഞ്ചൊല്ലിനോട് ചേർന്ന് വരികയാണ്. എന്തിനു വേണ്ടിയാ? സ്വർഗത്തിൽ പ്രതിഫലം പ്രാപിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. അപ്പൊ ഇവിടെയെല്ലാം നാം ഓരോരുത്തരും അതത് സമയത്തുള്ള നമ്മുടെ കുറവുകൾ ഓർക്കുവാൻ, അനുദവിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ. കുറവ് കുറവ് കുറവെന്ന് പറയും. കുറവ് എന്തെന്ന് മനസ്സിലാക്കി, കുറവ് എന്തെന്ന് വെളിപ്പെട്ടാലും മനസ്സിലാവുള്ളൂ കുറവ് എന്താണെന്ന്. സ്തോത്രം. അത് നാം മനസ്സിലാക്കണം. ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കുവാൻ ദൈവം ഒരുക്കിയ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തണം. സഹോദര പ്രീതി അതില്ലാത്തൊരു കുറവാണ്. സ്തോത്രം. സഹോദര പ്രീതി ഇല്ലായ്മ കുറവാണ്, അത് പാപമാണ്. ഹല്ലേലൂയ. അത് സ്വന്തം ജീവിതത്തിൽ മനസ്സിലാക്കണം. അതിന് പ്രതിവിധി കണ്ടെത്തണം. ആ ഒരു മനംതിരിവുണ്ടാക്കണം. അവിടെ ആ സഹോദര പ്രീതി ഇല്ലായ്മ ഓർത്ത് അനുദമിച്ച് മനം തിരിഞ്ഞ് സഹോദര പ്രീതി ഉള്ളവരാണ്. സഹോദര പ്രീതി ഉള്ളവരായാൽ സഹോദര വിശ്വാസത്തിന്റെ ഉടമസ്ഥനാണ്. ഹല്ലേലൂയ. അപ്പൊ എവിടെയും ഏത് വിധേനയും നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകൾ, കുറ്റങ്ങൾ കണ്ടുപിടിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ ആമേസ്തോത്രം ഉപദേശിക്കണം. ദൈവദിനത്താൽ ഉപദേശിക്കണം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചല്ലോ ലൂക്കോസ് സുവിശേഷം 1-ാം വാക്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ ദൈവത്തിന്റെ ജനത്തിന് പാപമോചനത്തിനായുള്ള രക്ഷാപരിജ്ഞാനം കൊടുക്കുവാനുമായി സ്നാപക യോഹന്നാൻ എന്ന
ദൂതൻ കർത്താവിന് മുൻപേ വഴി ഒരുക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിച്ചു. വിശ്വസിക്കുന്നവരുടെ മേൽ നിത്യജീവന്റെ വചനങ്ങളെ പകരുവാൻ, മാനസാന്തരപ്പെടുന്നവരുടെ മേൽ വിശ്വാസത്തിന്റെ ആത്മാവിനെ പകരുവാൻ, അനുദമിക്കുന്നവരുടെ മേൽ മാനസാന്തരത്തിന്റെ ആത്മാവിനെ പകരുവാൻ, തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവരുടെ മേൽ അനുതാപത്തിന്റെ ആത്മാവിനെ പകരുവാൻ. അങ്ങനെ ഇടപെടുന്ന അൻപുള്ള കർത്താവേ, നിങ്ങളുടെ മാറ്റമില്ലാത്ത ഉപദേശ രൂപങ്ങൾക്കൊത്തവണ്ണം, തിരിച്ചറിവുകൾക്കൊത്തവണ്ണം എടങ്ങളെ താഴ്ത്തുവാൻ, തന്റെ തെറ്റുകളെ ഗ്രഹിപ്പാൻ, സ്വന്തങ്ങളെ കോലോർക്കുവാൻ എടങ്ങളെ സമർപ്പിക്കുന്നു. അതിന് യോഗ്യമായ വചനങ്ങളിൽ ശ്രദ്ധ തിരിപ്പാൻ എടങ്ങൾ എല്ലാവരെയും സഹായിക്കേണ്ടതിനായി എടങ്ങൾ അപേക്ഷിക്കുന്നു. മഹത്വം പങ്കെടുക്കും യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിക്കാം. ആമേൻ. നമ്മുടെ ദൈവത്തിന്റെ ആർദ്രകരുണയാൽ ദൈവത്തിന്റെ ജനത്തിന്, ആർക്ക്? ദൈവത്തിന്റെ മക്കൾക്കല്ല, ദൈവത്തിന്റെ ജനത്തിന്. ദൈവത്തിന്റെ ജനം ആരാണ്? ദൈവത്തിന്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവർ ദൈവത്തിന്റെ ജനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 ദിനത്തെ ദിവസം വായിക്കുമ്പോൾ എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം, എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി, തങ്ങളെ തന്നെ ഉയർത്തിയല്ല, തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മുഖത്തെ അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ, സന്മാർഗം വിട്ട് നടക്കുന്ന ദുർമാർഗമാണ്. ആ ദുർമാർഗങ്ങളെ, സന്മാർഗം എന്ന് പറഞ്ഞാൽ നിത്യജീവനിലേക്കുള്ള മാർഗം, ദുർമാർഗം എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്കുള്ള മാർഗം, ദ്രവ്യാഗ്രഹത്തിലേക്കുള്ള മാർഗം. സ്തോത്രം. ലോകത്തോടുകൂടി മനസ്സിനെ കുരുടാക്കി കളയുന്ന മാർഗം, അതെല്ലാം ദുർമാർഗമാണ്. സന്മാർഗം എന്ന് പറഞ്ഞാൽ നിത്യജീവനിലേക്കുള്ള മാർഗം, ക്രിസ്തുവിന്റെ മാർഗം. സ്തോത്രം. അപ്പൊ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് ദൈവ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. അപ്പോൾ ഈ വാക്യം നാം പ്രമാണിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ പല അരുളപ്പാടുകളും പ്രമാണിക്കാത്ത കാരണത്താലാണ് ഈ അരുളപ്പാടുകളെ പെടുത്തിയത്. ഇങ്ങനെ ചെയ്യുന്നു. ഇതുപോലും ചെയ്യാതിരുന്നാൽ അതും പാപമല്ലേ? അതും നമ്മുടെ തെറ്റല്ലേ? സ്തോത്രം. അപ്പൊ ഇത് ചെയ്യാതിരിക്കുന്നത് നമ്മുടെ തെറ്റ്. ഇനി മറ്റനേക കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറഞ്ഞത്. ഇതും ചെയ്യാതിരുന്നല്ലോ. പാപമോചനത്തിനായി രക്ഷാപരിജ്ഞാനം തരുവാൻ ദൈവത്തിന്റെ ദൂതൻ ശുശ്രൂഷകന്മാർ വരുമ്പോൾ, ദൈവാത്മാവ് ഇടപെടുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. ഉൾക്കൊള്ളാത്തത് കൊണ്ട് അതിന്റെ അനന്തരഫലമായിട്ട് അതിന് മോചനം പ്രാപിക്കാൻ വേണ്ടി ഇത് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഇത് ചെയ്യില്ല, അതും ചെയ്യില്ല. എപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് ന്യായപ്രമാണത്തിന് പ്രിയം വെച്ചതിന് രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോഴതിന് രാപ്പകൽ ധ്യാനിക്കാത്തത് നിമിത്തം ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ലോക ചിന്തകൾ കൊണ്ട് നിറയും. അതിന്റെ പരിഹാരമാണ് ഇത്. ഏത്? 21:7-14. സ്വതന്ത്രം. ഇപ്പൊ രാപ്പകൽ ധ്യാനവും ഇല്ല, വചനത്തിൽ പ്രിയമില്ല. ഇനി അതിന്റെ പരിഹാരത്തിന് വേണ്ടി പ്രതിനിധി പറഞ്ഞാൽ അതും ചെയ്യില്ല. പിന്നെ എങ്ങനെ പ്രതിനിധി കിട്ടും? അത് യേശുക്രിസ്തുവിൽ കൂടി കിട്ടും. ഇത് ചെയ്യാത്തവർക്ക് യേശുക്രിസ്തുവിൽ കൂടി എങ്ങനെ കിട്ടും? ഇത് ചെയ്യാത്തവർക്കാണ് യേശുക്രിസ്തുവിൽ കൂടി പാപമോചനം കിട്ടുന്നത് വിശ്വസിക്കുന്നത്. അത് വ്യാജവിശ്വാസമാണ്, അത് പൈശാചിക വിശ്വാസമാണ്. സ്തോത്രം. ദൈവത്തിന്റെ നാമം വിളിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് സന്മാർഗത്തിലേക്ക് വരുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവരുടെ പ്രാർത്ഥന സ്വർഗത്തിൽ ദൈവം കേൾക്കും. അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങളെ ക്ഷമിക്കും. ഇപ്പൊ ക്രിസ്തുവിൽ കൂടി ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നത്? ഇത് ചെയ്യുന്നവരുടെ പാപം.
സ്തോത്രം. അപ്പൊ തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിച്ച് ദുർമാർഗം വിട്ട് തിരിയാത്തവരുടെ പാപം ആര് ക്ഷമിക്കും? പാസ്റ്റർമാര് ക്ഷമിക്കും. പക്ഷെ ദൈവം ക്ഷമിക്കില്ല. അച്ഛന്മാര് ക്ഷമിക്കും, ദൈവം ക്ഷമിക്കില്ല. സ്തോത്രം. ക്ഷമിക്കും. ആര് ക്ഷമിക്കും? എത്രത്തോളം പൈസ കൂടുതൽ കൊടുക്കുമോ, സമ്പത്ത് കൂടുതൽ കൊടുക്കുമോ, അത്രത്തോളം അത് വാങ്ങുന്നവർ ക്ഷമിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ദൈവം ക്ഷമിക്കില്ല. ദൈവം ക്ഷമിക്കണമെങ്കിൽ, യേശു ക്രിസ്തുവിൽ കൂടി ദൈവം നമുക്ക് ക്ഷമിച്ചു തരണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം. ഇത് ചെയ്യാത്തത് എന്റെ തെറ്റാണ്, അതിനനുസരിക്കാത്ത എന്റെ തെറ്റ്, ആ തെറ്റിന് പരിഹാരമാണ് ഇത്. എന്റെ നാമം വിളിക്കപ്പെട്ട് എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തണം, അതും ഞാൻ ചെയ്യില്ല. അതിനെ കൽപ്പന പ്രമാണിക്കുകയില്ല. പ്രമാണിക്കാത്ത കാരണത്താൽ പ്രതിവിധി പറഞ്ഞാൽ അതും ചെയ്യില്ല. മനസ്സിലാവുമോ? മനസ്സിലാവുന്നുണ്ടോ? എന്തോ മനസ്സിലാകുന്നു. പരിഹാരം ചെയ്യാത്തവർക്ക് രക്ഷയില്ല, ശിക്ഷ. സ്തോത്രം, സ്തോത്രം. ഒന്നുകിൽ സർക്കാർ പറയും, ഗവൺമെന്റ് പറയുന്ന അനുസരിച്ച് നമ്മൾ ജീവിക്കുക. അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ അതിന് പിഴ അവർ തരും. ഒന്നുകിൽ അങ്ങനെ ജീവിക്കണം, ഇല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് പിഴയുണ്ട്, ആ പിഴ അടയ്ക്കണം. ഇത് ജീവിക്കുകയുമില്ല, പിഴയടക്കില്ല, അതൊരു പിഴോ? പിന്നെ ശിക്ഷ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്ന് ഉദാഹരണമായി ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് ദൈവകൽപ്പനകൾ അനുസരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ അതിനൊരു പ്രതിവിധി ഉണ്ട്, ആ പ്രതിവിധി ചെയ്യണം. ആ പ്രതിവിധി ചെയ്താൽ യേശുക്രിസ്തുവിൽ കൂടി ക്ഷമയുണ്ട്. ഇത് അനുസരിക്കുകയില്ല, പ്രതിവിധിയും ചെയ്യില്ല, പിന്നെ എങ്ങനെ ക്ഷമിച്ചു കിട്ടാതെ എങ്ങനെ രക്ഷിക്കപ്പെടും? ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ ആഴമേറിയ ചിന്തകളാണ്, ആഴമേറി ചിന്തിക്കണം. യേശുക്രിസ്തു പറഞ്ഞാൽ നിങ്ങളുടെ വല എന്ത് ചെയ്യണം? ആഴത്തിൽ ഇറക്കുകയും. അപ്പോൾ ആഴത്തിൽ, വചനത്തിന്റെ ആഴത്തിലേക്ക് നമ്മുടെ ചിന്ത ഇറങ്ങി ചെല്ലണം. ഹല്ലേലൂയ. ആഴത്തിലാണ് ശേഷിക്കുന്ന നിധികൾ. ഉദാർത്ഥമായ വാക്യ പ്രദർശനം ആഴത്തിലാണ്. അത് പ്രദർശിപ്പിക്കപ്പെടണം, അത് വെളിച്ചമായി വരണം, അത് വെളിയിലേക്ക് വരണം. സ്തോത്രം. അപ്പോൾ നമ്മുടെ തെറ്റുകളെ ഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തെറ്റുകളെ ഗ്രഹിക്കണം. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി നമ്മളെ സഹായിക്കണം. സ്തോത്രം, സ്തോത്രം. അപ്പൊ ഇത് നമ്മൾ ഗ്രഹിച്ചറിയാതിരുന്നാൽ എങ്ങനെ നമുക്ക് പരിഹാരം കിട്ടും? അപ്പൊ ദൈവത്തിന്റെ ജനത്തിന് രക്ഷാപരിഹാരം കൊടുക്കുന്നതാണ്. അപ്പൊ ദൈവത്തിന്റെ ജനമാരാണ്? ദൈവത്തിന്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ ജനം. ആ ദൈവത്തിന്റെ നാമത്തിൽ വിളിക്കപ്പെട്ട് ദൈവത്തിന്റെ ജനത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും? ദൈവം തന്റെ വചനത്തെ ആക്കും, അവിടെ ഹൃദയത്തിൽ എഴുതും, എന്നിട്ട് മുദ്രവയ്ക്കും. ഇവിടെ എന്നിട്ട് മുദ്രവയ്ക്കും, ഇവർ എന്റെ ജനം, ഇവർക്ക് ഞാൻ ദൈവമായിരിക്കും. പ്രവചനത്തിൽ അങ്ങനെ പറയുന്നു. പ്രവചനം ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം മനുഷ്യൻ എഴുതിയതല്ല, സ്വന്തമായ വ്യാഖ്യാനത്തിൽ വന്നതല്ല. മനുഷ്യർ പരിശുദ്ധാത്മാവിന്റെ നിയോഗം പ്രാപിച്ചിട്ട് പ്രവചിച്ചതത്രേ. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുമായിരിക്കുന്ന നിയമം എങ്ങനെയാകുന്നു? അപ്പൊ ഇങ്ങനെ നമ്മൾ ഇസ്രായേൽ അല്ലല്ലോ. ശരിയാണ്, നമ്മൾ ഇസ്രായേൽ അല്ല. പക്ഷേ യേശുക്രിസ്തു വിശ്വസിച്ച കാരണത്താൽ നമ്മളെ ഇസ്രായേൽ പൗരത്വത്തോട് ചേർത്തിരിക്കുക. എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? മുൻപേ നമ്മൾ ഇസ്രായേൽ പൗരത്വം സമനിലയിലെത്താനായിരുന്നു അല്ലേ? അപ്പോൾ ജാതികളായ നാം ദൈവവചനം കേട്ട് വിശ്വസിച്ച കാരണത്താൽ മനം തിരിഞ്ഞില്ലെങ്കിലും ദൈവവചനം കേട്ട് വിശ്വസിച്ചു എന്ന കാരണത്താൽ നമ്മൾ ഇസ്രായേൽ പൗരത്വമുള്ളവരായി മാറി. സ്വതന്ത്രം, സ്വതന്ത്രം. സമ്പത്ത് കൊടുത്തല്ല പൗരത്വം പ്രാപിച്ചത് ഇസ്രായേൽ പൗരത്വം. യേശുക്രിസ്തു മുഖാന്തരം സൗജന്യമായത്തെ
ആയിട്ട് ഇസ്രായേൽ പൗരത്വം കിട്ടിയത്. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഇസ്രായേൽ പൗരത്വം കിട്ടിയെങ്കിൽ ഇസ്രായേലാ. ആമേൻ. ഇസ്രായേൽ ആണെങ്കിൽ അവിടെ ഉള്ളിൽ പ്രമാണം ദൈവം വരും. വരുത്തിയില്ലെങ്കിൽ, ആ വരുത്തുന്ന പ്രമാണം ഉൾക്കൊണ്ടില്ലെങ്കിൽ അവർ ദൈവത്തിന്റെ ജനവും അല്ല. ഇസ്രായേൽ പൗരത്വം അവർക്ക് എപ്പോഴും നില നഷ്ടപ്പെടും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അല്ലെങ്കിൽ ആ മനുഷ്യന്റെ മരണത്തോടുകൂടി നഷ്ടപ്പെടും. അല്ല, നമ്മളൊക്കെ ജാതികളെന്ന് ഇങ്ങനെ തുള്ളി നടക്കാന്നാണ് വിചാരിക്കുന്നത്. നമ്മളൊക്കെ ജാതികളെന്ന് പറഞ്ഞാൽ തുള്ളി നടക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഹോരേബ് പർവ്വതം മുതൽ ഇസ്രായേൽ എന്ത് ചെയ്തില്ല? ഹോരേബ് പർവ്വതം ആരെ സൂചിപ്പിക്കുന്നു? ഹോരേബ് പർവ്വതം ആരുടെ നിഴലാണ്? മോശെ. ദൈവം പറയും. കരങ്ങളിൽ കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശ ആരുടെ നിഴലാണ്? യോശുവ ആരുടെ നിഴലാണ്? ഇതിന് യേശുക്രിസ്തുവിന്റെ നിഴലല്ലേ? ഒരേ പറഞ്ഞത് ആരെ നിഴല? ആരെ ചൂണ്ടി കാണിക്കുന്നു? യേശുക്രിസ്തുവിനെ ചൂണ്ടി കാണിക്കുക. ഓരോ പർവ്വതം മുതൽ അവര് ഇസ്രായേൽ എന്ത് ചെയ്തില്ല? അവരെ ധരിച്ചില്ല. എന്താ കാരണം? അവിടെ മുതലുള്ള അവർ മാനസാന്തരം തുടങ്ങുന്നത്. സ്തോത്രം. അപ്പൊ യേശുക്രിസ്തു മുഖാന്തരം നാം ഇസ്രായേൽ പൗരത്വം പ്രാപിക്കുന്ന അന്ന് മുതൽ ആഭരണം നമുക്ക് വിലക്ക്. ആഭരണം എന്ന് പറഞ്ഞാൽ സ്വർണം മാത്രമല്ല വിലക്ക്. സ്തോത്രം. ഭൂമിയിലെ ചിന്തയുമായുള്ള സകല കാര്യങ്ങൾ വിലക്കാം. എന്നാൽ ചിലതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നു, വിലക്ക് അതുപോലെ അത് ക്രമീകരിക്കാൻ കഴിയുന്നു. ചില കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയുന്നില്ല. ക്രമീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ ഓർക്കുവാനും അനുദമിക്കുവാനും തന്നെ തെറ്റുകളെ ഗ്രഹിക്കാനും തന്നെ താഴ്ത്തുവാനും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവാനും നമ്മെ വിളിച്ചിരിക്കുക. നമ്മൾ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഇസ്രായേൽ പൗരത്വം ആവേശം നമ്മൾ പ്രയോജനപ്പെടുത്താതിരിക്കുക. പ്രയോജനപ്പെടുത്താതിരുന്നാൽ ദൈവത്തിന്റെ ജനം അല്ലാതെ മാറുകയാണ്. ദൈവത്തിന്റെ ജനം അല്ലാതെ മാറിയാൽ മാറും തോറും രക്ഷാപരിജ്ഞാനം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ലഭിക്കേണ്ട സ്ഥാനത്ത് നഷ്ടപ്പെട്ടു പോവുകയാണ്. ചിലർക്കർ പറയും വന്ന വെള്ളം നിന്ന വെള്ളത്തെയും കൂടെ കൊണ്ടുപോയി. സ്തോത്രം. അപ്പൊ രക്ഷാപരിജ്ഞാനം പ്രാപിക്കാത്തിടത്തോളം ഉള്ളതും കൂടെ നഷ്ടപ്പെട്ടു പോകും. രക്ഷാപരിജ്ഞാനം പ്രാപിക്കാൻ വേണ്ടി രക്ഷാപരിജ്ഞാനം പ്രാപിക്കാൻ ആഗ്രഹമില്ലാത്തവരിൽ നിന്ന് നമ്മൾ വേർപെട്ട് രക്ഷാപരിജ്ഞാനം പ്രാപിക്കണം. എന്നിട്ട് രക്ഷാപരിജ്ഞാനം പ്രാപിക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് പകർന്നു കൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ജനത്തിന് രക്ഷാപരിജ്ഞാനം. ദൈവത്തിന്റെ ജനമാരാണ്? ദൈവത്തിന്റെ നാമം വിളിക്കപ്പെട്ടവരാ. വിളിക്കപ്പെട്ടവരുടെ ഉള്ളിൽ എന്തുണ്ട്? ദൈവത്തിന്റെ ന്യായപ്രമാണമുണ്ട്. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ കൂടിയാണ് രക്ഷാപരിജ്ഞാനം വരുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്ഷാപരിജ്ഞാനം എന്ന് ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്നെങ്കിൽ റോമാലേഖനത്തിൽ അതിനെ കുറിച്ച് പറയുന്നത് പാപത്തെ കുറിച്ചുള്ള പരിജ്ഞാനം എന്നാണ്. പാപത്തെ കുറിച്ചുള്ള പരിജ്ഞാനം തന്നെയാണ് രക്ഷാപരിജ്ഞാനം. രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയുള്ള പരിജ്ഞാനം. അത് പാപത്തിന്റെ പരിജ്ഞാനമാണ്. അത് ഉള്ളവർക്ക് മാത്രമേ പരിശുദ്ധാത്മ പാപബോധം കൊടുക്കുള്ളൂ, മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇംഗ്ലീഷിന്റെയും കണക്കിന്റെയും മലയാളത്തിന്റെ ഒരു അടിസ്ഥാന ലെവൽ കുറെ പഠിക്കാതിരുന്നാലേ അടുത്തടുത്ത ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ എന്ത് മനസ്സിലാവും? ഒന്നും മനസ്സിലാവില്ല. അതുപോലെയാ ദൈവത്തിന്റെ വചനം സംബന്ധിച്ച് പാപത്തെ കുറിച്ചുള്ള പരിജ്ഞാനം, അതായത് രക്ഷാപരിജ്ഞാനം പ്രാപിക്കാൻ മനസ്സില്ലാത്തവർക്ക് പരിശുദ്ധാത്മ വന്ന് പാപത്തെ കുറിച്ച് ബോധം വരുന്നത് എന്ത് മനസ്സിലാവും? ഒന്നും മനസ്സിലാവൂല. അത് ആൾക്കാർ ചോദിക്കുന്നത് ഇയാൾ എന്താ പ്രസംഗിക്കുന്നത്? ഇയാൾ എന്താ പ്രസംഗിക്കുന്നത്? ഏറ്റവും അടുപ്പമുള്ള ആൾക്കാർ ഇവരെ ചോദിക്കുന്നതാണ് ഇയാൾ എന്താ പ്രസംഗിക്കുന്നത്. തലമുറകളോട് ചോദിക്കുന്നത് ഇയാൾ എന്താ പ്രസംഗിക്കുന്നത്? നിനക്കല്ല നിങ്ങൾക്കല്ല മനസ്സിലാവും ഇയാൾ എന്താ പ്രസംഗിക്കുന്നത്, ഇയാൾ എന്താ പറയുന്നത്. എന്താ പറയുന്നത് ചോദിക്കുമ്പോൾ അവരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ ഏത് ക്ലാസ്സിൽ നിൽക്കുന്നു.
നമ്മുടെ ഇടയിലുള്ള ഈ കുഞ്ഞ്, ഈ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലുള്ള ഈ കുഞ്ഞിനെ കൊണ്ട് 10ാം ക്ലാസ്സിൽ എത്തിയ ഈ കുഞ്ഞെന്ത് ചോദിക്കും? ഇത് എന്താ പഠിക്കുന്നത്, എന്താ പഠിപ്പിക്കുന്നത് ചോദിക്കും. അതുപോലെയാ. സ്തോത്രം, സ്തോത്രം. അല്ലെങ്കിൽ മലയാളം പഠിപ്പിക്കുന്ന ഇടത്ത് ഇംഗ്ലീഷിൽ മലയാളം അറിഞ്ഞുകൂടാത്ത ഒരു ഭാഷക്കാരനെ കൊണ്ടിരുത്തിയാൽ എന്ന് പറയും. ഇടന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന ഭാഷയുമായിട്ട് ബന്ധമില്ല, ബർബറിന. അപ്പൊ ഇവിടെ പഠിപ്പിക്കുന്ന സ്വർഗീയ ഭാഷയാ, സ്വർഗീയ ആലോചനയാ. സ്വർഗീയ ആലോചന മലയാളത്തിൽ വെളിപ്പെടുന്നു, നമ്മുടെ ഭാഷയിൽ വെളിപ്പെട്ടു വരുന്നു. സ്വർഗീയ ഭാഷ, സ്വർഗീയ അവകാശം പ്രാപിക്കേണ്ട ഭാഷ, അവൻ നമ്മുടെ ഭാഷയിൽ വെളിപ്പെട്ടു വരുന്നു. ഈ ഭാഷ അറിഞ്ഞിട്ടെന്ന് പറഞ്ഞ് ചോദിക്കുന്നത് എന്താ പറയുന്നത്? ഹല്ലേലൂയ. അപ്പൊ ഈ ഭാഷ പഠിക്കാൻ നമുക്ക് കിട്ടിയ വരം നോക്കണം. ഈ ഭാഷയുടെ ഇഞ്ചോട് പഠിക്കുവാൻ, ഈ ഭാഷയുടെ ലിപി പഠിക്കുവാൻ നമുക്ക് കിട്ടിയ അവസരത്തെ പാഴാക്കി കളഞ്ഞവരുടെ അന്തമെന്ന് ഓർക്കുക. ഇതിലൊന്നും നമുക്ക് തെളിയിക്കാനല്ലേ, ഇതൊക്കെ ദാനമാണ്. പക്ഷേ പ്രാപിക്കേണ്ട കടപ്പാട് നമുക്കുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാനം നമ്മളെ പ്രാപിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ കോപം നേരിടേണ്ടി വരും. ദൈവത്തിന്റെ ദാനം നാം സ്വീകരിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ കോപം നേരിടേണ്ടി വരും. സ്തോത്രം. ദൈവ സ്നേഹം തന്നെയാണ് സ്നേഹമുള്ളവരുടെ ദാനം തരുന്നത്. പക്ഷെ ദാനം സ്വീകരിച്ചില്ലെങ്കിൽ സ്നേഹം എന്തായി മാറും? കോപമായി മാറും. സ്തോത്രം. ദൈവം കോപിച്ചിട്ട് നാം വഴിക്ക് വെച്ച് നശിച്ചു പോകും. നശിച്ചു പോകാതിരിക്കേണ്ടതിന് അടുത്ത പ്രതിവിധി പുത്രനെ ചുമപ്പിക്കും. ഈ പുത്രനെ ചുമക്കാൻ കഴിയില്ലെങ്കിലോ പിന്നെ എവിടെ പ്രതിവിധി ഉണ്ട്? അത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവം പ്രതിവിധി വെച്ചേ, പ്രതിവിധി സ്വീകരിക്കാതെ പ്രാർത്ഥിച്ച് ദൈവം കേൾക്കോ? പിന്നെ ഈ പ്രാർത്ഥന കേൾക്കാതെ ദൈവം മേഘം കൊണ്ട് അടച്ചു വയ്ക്കും. സ്തോത്രം. ദൈവത്തെ തന്നെ ദൈവം മറച്ചു വയ്ക്കും. ഹല്ലേലൂയ. ഇവിടെ എല്ലാം നമ്മൾക്ക് എവിടെയെല്ലാം പരാജയം വന്നു, എവിടെയെല്ലാം വീഴ്ച വന്നു, താഴ്ച വന്നു, അനുസരണക്കേട് വന്നു, തിരിച്ചറിയുക, തന്റെ തെറ്റുകളെ ഗ്രഹിക്കുക. ആരാണ് തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ? അവരാണ് യഹോവ ഭക്തൻ. ഹല്ലേലൂയ. അവരുടെ യഹോവ ഭക്തൻ. അവർ ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കും. അവർ നിത്യം ദൈവത്തെ സ്തുതിക്കും. അവർ സ്തുതിയുടെ ഗോത്രമാണ്. അവർ യുദ്ധത്തിൽ മുൻനിരയിൽ നിൽക്കേണ്ടവരെ ആവേശത്തോടെ തകർക്കാൻ നോക്കുന്നവർ തകരും. ഹല്ലേലൂയ.